എന്നും നമ്മൾ ഹെയർ കെയർ ടിപ്സ് അല്ലേ ഇടുന്നത്. ഇന്ന് നമ്മൾ അടുക്കളയിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാവേ. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ പോർക്ക് തോരനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പോർക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒപ്പം പച്ചമുളകും തക്കാളിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വിറക് അടുപ്പിലാണ് ബാക്കി കാര്യങ്ങൾ കേട്ടോ. നമ്മുടെ മൺചട്ടി നല്ലവണ്ണം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ജീരകവും 1 സ്പൂൺ കടുകും ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ജീരകം ഇടും. ജീരകം ഇടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. പോർക്കിൽ മാത്രമല്ല കേട്ടോ, ഏത് ഇറച്ചി വെച്ചാൽ ഞാൻ 1 സ്പൂണ് ജീരകം കടുക് പൊട്ടിക്കുന്ന സമയത്ത് പൊട്ടിക്കാറുണ്ട്. നമ്മൾ ജീരകവും കടുകും നല്ലവണ്ണം പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ല വഴണ്ട് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെയും പച്ചമണം മാറി വരുന്ന സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കിന്റെ കഷ്ണം ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിക്കുക. തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ കുരുമുളകും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഇടുന്ന വേറൊരു ഐറ്റമാണ് നമ്മുടെ ബേ ലിപ്സ് കേട്ടോ, അതായത് വയണയില ഉണക്കിയത്. നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്കാണ് ഇതിന് വിലയില്ലാത്തത് കേട്ടോ. പുറത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡിമാൻഡാണ് നമ്മുടെ ബേ ലിപ്സിന്. നമ്മുടെ പോർക്ക് കൂടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പ ഇളക്കിയെടുക്കാം. നമ്മുടെ പോർക്ക് നല്ലവണ്ണം ഒന്ന് വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് അതിന്റെ കൂട്ടിട്ട് കൊടുക്കാം. തേങ്ങയും അതുപോലെ തന്നെ പെരിഞ്ചീരകം, കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് നല്ലവണ്ണം ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അവസാനം നമുക്ക് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് നമ്മുടെ പോർക്ക് തോരൻ ഫിനിഷ് ചെയ്യാം.